വളരെ നിസ്സാരമായ ജോലികൾക്കൊക്കെ 500 രൂപയാണ് പ്ലംബർമാർ കൂലി മേടിക്കുന്നത്. അതെന്തിനാണെന്ന് ശരിക്കും മനസ്സിലായ ദിവസമാണ്. കസിൻ്റെ വീട് നനക്കുമ്പോൾ പൈപ്പ് പൊട്ടി ഞാനത് അയച്ചു കൊടുത്തു. യാക്കൂബാക്കാനെ വിളിക്കേണ്ടി വരും. മൂപ്പര് വിളിച്ചൊന്നും വേണ്ട ഇനി ആദ്യം തന്നെ വെല്ലുവിളികളായിരുന്നു. പക്ഷെ നമുക്ക് ഈ പരിപാടിക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത, കയ്യിലുള്ള സകല ടൂൾസും എടുത്ത് തുറക്കാൻ കഴിയാത്ത പശ, തുറക്കാൻ കഴിയാത്ത ഭ്രാന്ത് പിടിച്ച അവസാനം കീറിയത്. യഥാർത്ഥത്തിൽ പശ എന്നോട് സംസാരിക്കുകയായിരുന്നു ഈ പരിപാടിക്ക് നിൽക്കേണ്ടതെന്ന്. എനിക്കത് മനസ്സിലാക്കാൻ സമയമെടുത്തു. ഞാൻ എന്തായാലും പൈപ്പ് ബന്ധം വിക്ഷേപിച്ച് കാലെടുത്ത് വെച്ചത് പശ മൊത്തം നിലത്ത് ചിന്തി. കാണികളായിട്ട് അയൽവാസികളായ 2 കപ്പിൾസൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഉരുക്കിയ പൈപ്പ് ഉരുക്കേണ്ടിയില്ലായിരുന്നെന്ന് മനസ്സിലാക്കി, ഉരുക്കേണ്ട പൈപ്പ് ഉരുക്കി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെതായ ഒരു വിള്ളലുള്ള കാര്യം മനസ്സിലാക്കിയത്. ആ ഭാഗം മുറിച്ചു മാറ്റി വീണ്ടും ഉരുക്കി അതിൻ്റെ അകത്തോട്ട് പൈപ്പിൽ ഗമ്മ് തയ്ച്ച് കയറ്റി തുടങ്ങുമ്പോൾ ഒരു പ്ലക്കിയ പോലെ അവസ്ഥയായിരുന്നു. പൈപ്പിൻ്റെ ഒരു വശം മാത്രം കൂടുതലായിട്ട് ഉരുക്കിയതായിരുന്നു. അതിൻ്റെ കാരണം മനസ്സിലാക്കി വീണ്ടും തീയിട്ട് പൈപ്പ് ഉരുക്കുമ്പോൾ താഴെയുള്ള ഷീറ്റ് കത്തിയതിന്റെ കണക്കിന് വേറെ നോക്കണം. എന്തായാലും നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ നമ്മൾ വിജയിച്ചു. ഏകദേശം 2-2.5 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. ഒരു പ്ലംബറായി നിസ്സാരമായ 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിക്കുമായിരുന്നു. എന്തായാലും നമ്മൾ പശ ബാക്കിയുള്ളത് അവിടെ തേച്ചു കൊടുത്തു. പിന്നെ പുക വന്നുകൊണ്ടായിരിക്കാം അയൽവാസികളൊക്കെ ഫ്ലാറ്റിന് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അവസാനം നമ്മൾ സ്വിച്ച് ഓൺ കർമ്മം ചെയ്ത് നോക്കിയപ്പോൾ പഴയ അത്ര ഇല്ല. ഇത് പഴയതാണ്, ഇപ്പോൾ കാണുന്ന പുതിയത്. താങ്ക്സ്.